സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടതിന് ശേഷം റൂമിൽ ചെന്നിട്ട് ദേവിക പറയുന്നുണ്ട്, നന്ദു ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും അധികം വൈകാതെ തന്നെ നന്ദുവിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. ഞാനും സ്വയം ചുരുങ്ങി റൂം അടച്ച് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ ഞാൻ എങ്ങോട്ട് പോകില്ല. എന്തായാലും നന്ദുവിൻ്റെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയാൻ നന്ദു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല ദേവി ഒന്ന് പോയേ, ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി മുരളി വന്നതും മുരളിയോട് ചോദിക്കുന്നുണ്ട് നന്ദൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്ദന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്തോ ഒരു കാര്യം നന്ദൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് ആരോടും തുറന്ന് പറയണില്ല. അതുകൊണ്ടാണ് നന്ദൻ ഇങ്ങനെ കിടന്ന് കാണിക്കണേ. ഇനിയിപ്പോൾ നന്ദൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവുമോ എന്ന് ഗൗരി ചോദിക്കുമ്പം നീ എന്തൊക്കെയാണ് ഗൗരി പറയണേ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നന്ദു അങ്ങനത്തവനൊന്നുമല്ല. നന്ദമോനെക്കുറിച്ച് അങ്ങനെ പറയാൻ നിനക്കൊരു വിഷമം തോന്നിയില്ലേ ഗൗരി എന്ന് ചോദിക്കുമ്പം അല്ലമ്മേ, മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കൊന്നിട്ട് അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണോ ഇങ്ങനെ സമനില തെറ്റിയതുപോലെ പെരുമാറണേന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഇത് അതുകൊണ്ടൊന്നുമല്ല, എന്തോ ഒരു ദോഷം കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ആരെങ്കിലും നന്ദമോൻ എന്തെങ്കിലും ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തേക്കണേൻ്റെ ആണോ എന്ന് അറിയില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പൂജാരിനെ കണ്ട് ചന്ദ്രോത്ത് ഒരു പൂജ നടത്തണം. അതിന് ഞാൻ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് എന്ന് പ്രഭക്കുഞ്ഞിനെ കണ്ട് വിവരങ്ങൾ പറയട്ടെ, അല്ലാണ്ട് ശരിയാവില്ല എന്ന്. ആ സമയത്ത് ഈ മുരളി പറയുന്നുണ്ട്, അതൊന്നും അല്ല അമ്മേ, വേറെ എന്തോ പ്രശ്നം, നമ്മൾ ഊഹിക്കണേക്കാളും വലിയ പ്രശ്നങ്ങൾ എന്തോ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്ദൻ അത് എന്നോട് പോലും പറയാതെ ഇരിക്കണേ, അല്ലെങ്കിൽ ദേവികയോടും പറയേണ്ടതല്ലേ എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേ മുരളി, എന്തായാലും ഞാൻ പ്രഭക്കുഞ്ഞിനോട് പറഞ്ഞ് ഒരു പൂജാരിനെയും കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കണം, അപ്പം അറിയാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ടും മാറ്റമൊന്നുമില്ലെങ്കിൽ നമുക്ക് നന്ദനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാം. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, നന്ദനെ അങ്ങനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നന്ദനിപ്പോൾ സാധാരണക്കാരനല്ല, ഒരു MLAയുടെ ഭർത്താവ്. MLAയുടെ ഭർത്താവിനെ മാനസിക രോഗാശുപത്രി കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ലീക്കാവും. അത് ദേവികയുടെ ഭാവിയെ തന്നെ ബാധിക്കും. ദേവികയ്ക്ക് അതുകൊണ്ട് ഒരുപാട് ചീത്തപ്പേരുണ്ടാവും. അത് കാരണം അതൊന്നും വേണ്ട, എന്തായാലും അമ്മ പോയി പ്രഭയാൻ്റിയോട് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെ സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദനെ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് എവിടെയെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ശരിക്കും നന്ദനെ കണ്ടിട്ട് അവൻ്റെ മാനസിക നില തെറ്റിയെന്നാണ് എനിക്ക് തോന്നണേ. ഇനിയിപ്പോൾ കാണിക്കുകയാണെങ്കിൽ തന്നെ മെൻ്റൽ ഡോക്ടറെ കാണിക്കണം. അത് വലിയ പ്രശ്നമാവും പ്രഭ. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവികയ്ക്ക് അതിൻ്റെ ദോഷം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇപ്പം അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ സിദ്ധുന്ന്. അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഭാർഗവിയാണ് ഈ പ്രഭക്കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഭാർഗവിയെ കണ്ടതും പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഭാർഗവിയോ എന്തായാലും ഭാർഗവിയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, വന്നല്ലോ നന്നായി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രഭക്കുഞ്ഞായി നടക്കണേ, നന്ദമോൻ എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഭാർഗവി, 2 ദിവസമായി നന്ദൻ ഇങ്ങനത്തെ പരാക്രമം കാണിക്കണു, എന്തോ മനസ്സിൻ്റെ സമനില തെറ്റിയതുപോലെ കാണിക്കണം. അതിനിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ നന്ദമോൻ എന്നാ പറ്റിയ, നന്ദമോൻ എല്ലാവരിൽ നിന്നും എന്തോ മറച്ചു വെക്കണ പോലെ മുരളിയൊക്കെ പറയണേന്ന് പറയുമ്പം അത് ഞങ്ങൾക്കും തോന്നുന്നുണ്ട്, എന്തോ ഒരു കാര്യം നന്ദുവിൻ്റെ മനസ്സിൽ കിടന്ന് നന്ദുവിനെ അലട്ടണുണ്ട്. അതാണെങ്കിൽ അവൻ തുറന്ന് പറയണമില്ല. ഞങ്ങളെല്ലാവരും മാറി മാറി ചോദിച്ചു. ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ദേവികയും ചോദിച്ചു, പക്ഷേ നന്ദൻ ഒന്നും തുറന്ന് പറയണില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ദോഷം കൊണ്ടാണോ നന്ദമോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്തായാലും ചന്ദ്രത്തെ കേസും പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ സന്തോഷത്തിലായില്ലേ. അതുമാത്രമല്ല ദേവികയാണെങ്കിൽ MLAയുമായി. അതുകൊണ്ട് ആരെങ്കിലും അസൂയക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തതായിരിക്കും. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ ഭാർഗവി, എനിക്കതൊന്നും തോന്നണില്ല, നന്ദൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തിരുമേനിനെ വിളിച്ച് ഇവിടെ പ്രശ്നം വെപ്പിച്ച് അതിന് വേണ്ട പൂജകളൊക്കെ നടത്തണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല ഭാർഗവി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ പ്രഭക്കുഞ്ഞെ നമ്മളതൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്യണം. അതിന് പ്രഭക്കുഞ്ഞിന് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ആളെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ടിരാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, വീട്ടിലെന്തൊക്കെയോ പൂജ നടത്തണമെന്ന് അമ്മ പറയണേ കേട്ടു. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ പൂജ നടത്തണേന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി ആൻറ്റി പറഞ്ഞു എന്ന് നന്ദന് എന്തോ ദോഷമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറണേ, അതുകൊണ്ടൊരു പൂജ നടത്തിയ പ്രശ്നമൊക്കെ പരിഹരിക്കുമെന്നും പറഞ്ഞ് അമ്മ ഏതോ ഒരു പൂജാരിനോട് പൂജ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഗിരി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല, അതുകൊണ്ട്
നീ പോയാൽ മതി, ഞാൻ വരുന്നൊന്നുമില്ല, എന്തായാലും നന്ദൻ്റെ അസുഖം മാറാണെങ്കിൽ മാറട്ടെ എന്ന്. അങ്ങനെ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചന്ദ്രോത്ത് ഒരുക്കാണ് കേട്ടോ ദേവികയും പ്രഭാവതിയും കൂടെ കൂടി. ആ സമയത്ത് നമ്മളുടെ പൂജ നടത്തേണ്ട ആ ഒരു തിരുമേനി വരുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവിക അവരെ എല്ലാവരെയും വിളിച്ചവിടെ ഇരുത്തിയതിന് ശേഷം ആ പൂജാരി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് രോഗീനെ വിളിച്ചുകൊണ്ടിരാൻ. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദനെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. നന്ദനോട് താഴത്തേക്ക് വാ നന്ദാന്ന് പറയുമ്പം എന്തിനാ ഞാനിപ്പോൾ താഴേക്ക് വന്നേന്ന് ചോദിക്കണം. നന്ദുവിനെ കാണാനായിട്ട് അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. നന്ദുവിനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, എന്തായാലും നന്ദു താഴേക്ക് ഇറങ്ങി വന്ന്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ ഒരു ഭ്രാന്ത് എടുത്തതുപോലെ ദേവികയുടെ അടുത്തേക്ക് നീ എന്താടി പറഞ്ഞേ, നീ എന്താ ചെയ്യണേ, നീ ആരാ എന്നെ വിളിക്കാൻ, നീ പോയിക്കേന്നും പറഞ്ഞുകൊണ്ട് ദേവികയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നന്ദു നീ എന്താ പറയണേ, എന്താ നന്ദു ഇങ്ങനെയൊക്കെ കാണിക്കണേ, നന്ദു എൻ്റെ കൂടെ താഴേക്ക് വാ, അവിടെ അച്ഛനും അമ്മയും എല്ലാവരും നന്ദുവിനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോളൂ, നീ പോയിക്കോന്നും പറഞ്ഞ് ദേവിക വച്ചെടുത്തതും ദേവിക താഴേക്ക് വന്നിട്ട് ആ ഒരു തിരുമേനിയോട് പറയുന്നുണ്ട് നന്ദു വരാൻ കൂട്ടാക്കണില്ല തിരുമേനി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം തിരുമേനി പറയുന്നുണ്ട് ഇതിപ്പോൾ അസുഖം കൂടിയതുകൊണ്ടാണ് വരാത്തത്, എന്തായാലും നമുക്ക് അതിന് വേണ്ട കർമ്മങ്ങൾ ആദ്യം ചെയ്യാമെന്നും പറഞ്ഞ് തിരുമേനി നന്ദുവിൻ്റെ പേരും നാളും എല്ലാം ചോദിച്ചിട്ട് കബടി നിരത്തി പ്രശ്നം വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയതിന് ശേഷം തിരുമേനി വേഗം തന്നെ കണ്ണൂർന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊരു മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ആരുടെ മരണമെന്ന് ചോദിക്കുമ്പം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അതെനിക്ക് തോന്നണ മിക്കവാറും കൊലപാതകമാണ്, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മകനക്ക് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കണേ. ആ സമയത്ത് എല്ലാവരും പരസ്പരം നോക്കിയിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം മീരയുടെ കൊലപാതകമായിരിക്കുമോ തിരുമേനി ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും വ്യക്തമല്ല, ഏതോ ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മകനക്ക് ഇപ്പം അസുഖം വന്നിരിക്കുന്നത്, ആ മരണത്തിൽ നിങ്ങളുടെ മകന് പങ്കുണ്ട്, അതുകൊണ്ടാണ്. അതുമാത്രമല്ല ആ ആത്മാവാണെങ്കിൽ ഗതി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക, ആ ആത്മാവിന് വേണ്ട കർമ്മങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രത്യാഘാതമായി ഇപ്പോൾ കാണുന്നതെന്ന്. ആ സമയത്ത് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അതിന് മീരയ്ക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, അതുമാത്രമല്ല മീരയുടെ മരണത്തിൽ നന്ദനാണെങ്കിൽ ഒരു പങ്കുമില്ല, പിന്നെ എന്താ തിരുമേനി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇതൊന്നും അല്ല പ്രഭ, ഇത് വേറെ എന്തോ ആണ്, കാരണം മീര മരിച്ചിട്ട് എത്ര വർഷമായി, ഇതുവരെ നന്ദന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ നന്ദനിങ്ങനെ പ്രശ്നം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് എന്തോ ഒരു പ്രശ്നം നന്ദൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നന്ദൻ ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഋഷിയെ എങ്ങാനും നന്ദൻ ഉപദ്രവിച്ച് കാണുമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അതിനൊന്നും സാധ്യതയില്ല, നമ്മളപ്പം തന്നെ നന്ദനോട് പറഞ്ഞായിരുന്നല്ലോ അതിലൊന്നും ഇടപെടാനും പ്രശ്നം ഉണ്ടാക്കാനും പോകണ്ടാന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് ആ ഋഷിയെ കണ്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമായി നന്ദൻ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായത്. എനിക്കൊരു സംശയമുണ്ട് സിദ്ധു, ഇനിയിപ്പോൾ ആ ഋഷിയെ നന്ദൻ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാവോ, അതിൻ്റെ വിഷമം കൊണ്ടായിരിക്കുമോ നന്ദനെ ഇങ്ങനെ പെരുമാറണേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥം പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭ ഇനി ഋഷിയെ നന്ദനെങ്ങാനും കൊന്നിട്ടുണ്ടാവുമെന്ന്. അത് കേട്ടതും പ്രഭാവതിയും ദേവികയൊക്കെ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം, അതുവരേക്കും ബൈ ബൈ.